ഹായ് ഫ്രണ്ട്സ്, ചെറിയ കുട്ടികളുടെ ഹെഡ് വരയ്ക്കുന്നത് എങ്ങനെയെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. മുതിർന്നവരുടെ ഹെഡ് വരയ്ക്കുന്ന വീഡിയോ ചാനലിൽ മുമ്പ് ചെയ്തിട്ടുണ്ട്. മുതിർന്നവരുടെ ഹെഡിൻ്റെ ഫ്രണ്ട് വ്യൂ വരയ്ക്കാൻ നമ്മൾ എഗ്ഗിൻ്റെ ഷേപ്പാണ് ആദ്യം വരച്ചിരുന്നത്. എന്നാൽ ഇവിടെ ഷേപ്പിന് മാറ്റമുണ്ട്. വരയ്ക്കുന്നത് നോക്കൂ. ചാനലിൽ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആർട്ട് റൂമിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. കണ്ണ്, മൂക്ക്, ചെവി തുടങ്ങിയവ എവിടെയെല്ലാമാണ് വരയ്ക്കേണ്ടത് എന്ന് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞതിനാൽ ഇവിടെ ആവർത്തിക്കുന്നില്ല. പുരികം അധികം നീളമില്ലാതെ കനം കുറച്ച് വരയ്ക്കാം. ഇതൊരു മെമ്മറി ഡ്രോയിങ് ആണ്. പോർട്രേറ്റുകൾ നോക്കി വരയ്ക്കുമ്പോൾ ചിത്രത്തിലെ മേക്കപ്പിനനുസരിച്ച് വരയ്ക്കാവുന്നതാണ്. കണ്ണ് നീളം കുറച്ച് കൃഷ്ണമണി 3/4 ഭാഗത്തോളം കാണുന്ന രീതിയിൽ ഉണ്ടക്കണ്ണായി വരയ്ക്കാം. മൂക്കിൻ്റെ ദ്വാരം കുറച്ച് ചെറിയ മൂക്ക് വരയ്ക്കാം. മൂക്ക് വരയ്ക്കുന്നതിൻ്റെ വീഡിയോ മുമ്പ് ചാനലിൽ ചെയ്തിട്ടുണ്ട്, കാണണേ. നെറ്റി കൂടുതൽ കാണിച്ച് ഷേപ്പിന് അകത്താണ് ഹെയർ വരയ്ക്കുന്നത്. കുട്ടികൾക്ക് ഹെയർ സൈഡിൽ വളരെ കുറച്ചുള്ളതിനാലും ചെറിയ തലയുമായതിനാൽ സ്വാഭാവികമായും ചെവി കുറച്ച് വലുതാക്കി വരയ്ക്കാം. ചുണ്ട് വരയ്ക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെ വാ തുറന്നു വെച്ച രീതിയിലാണ് സ്കെച്ച് ചെയ്യുന്നത്. കുട്ടികളുടെ ഹെഡ് നിരന്തരം വരച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഡ്രോയിങ്ങിൽ തെറ്റുകൾ സംഭവിച്ചാൽ പ്രായക്കൂടുതൽ തോന്നിക്കാൻ ഇടയുണ്ട്. കണ്ണിൻ്റെ കൃഷ്ണമണി 3/4 ഭാഗത്തോളം കാണുന്ന രീതിയിലാണ് വരച്ചിട്ടുള്ളത്. കണ്ണ് വരയ്ക്കുന്നതിൻ്റെ വീഡിയോയും നമ്മൾ ചാനലിൽ മുമ്പ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ മനസ്സിലാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് അറിയിക്കണേ. ഇനി സ്മൂത്ത് ഷെയ്ഡിങ് ചെയ്ത് ചിത്രം പൂർത്തിയാക്കി നോക്കാം. ഒരു ഒബ്ജക്റ്റിൽ എങ്ങനെ ഷെയ്ഡിങ് ചെയ്യാം എന്നുള്ള വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ഫേസ് വരച്ച് ഷെയ്ഡ് ചെയ്യുന്നതിനെ പറ്റി മറ്റൊരു ക്ലാസ്സിൽ പറയാം. ഇതുപോലെയുള്ളൊരു ചിത്രം നിങ്ങൾ വരച്ച് ഷെയ്ഡ് ചെയ്ത് ഫോട്ടോ എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യാൻ മറക്കല്ലേ. നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട്. ഡ്രോയിങ്ങിന് പുറമെ ആർട്ട്, ക്രാഫ്റ്റ്, GK ചോദ്യോത്തരങ്ങളും എല്ലാം ചാനലിലുണ്ട്. എങ്ങനെയുണ്ട് ഇന്നത്തെ ക്ലാസ്? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വ്യത്യസ്ത ക്ലാസ്സുമായി ആർട്ട് റൂം ഇനിയും വരാം.